നീ കല്യാണ സ്ഥലത്തേക്ക് വിട്ടോ, ഞാൻ പുറകെ വന്നാക്കാം. ശരി. രാവിലെ എന്തൊരു ചൊറിച്ചില്ല. കാണാണ്ടായപ്പോ കരുതി ഇന്നലത്തെ കല്യാണക്കാരൻ നിന്നെ കൈവച്ച് കാണുമെന്ന്. ഒരു ശുഭകാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയല്ലേ എന്റെ പരമാവധി. വിട്, കണ്ണാടി എടുക്കുന്നു. ഇതെന്തിനാ ഈ ഭൂതക്കണ്ണാടി? അല്ല, പെണ്ണ് അകലെ നിൽക്കുകയാണെങ്കിൽ കാണാൻ വിഷമം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ മൊത്തത്തിൽ പിക്കപ്പ് കുറഞ്ഞു തുടങ്ങിയല്ലേ? പിക്കപ്പിന്റെ കാര്യത്തിൽ ചേട്ടൻ പേടിക്കണ്ട, പിക്കപ്പ് ഞാൻ ഉറപ്പ് തരാം. ഇതെന്തിനാ ഈ സഞ്ജി? ഇത് സഞ്ജി. നീ ആര്? സഞ്ജീവ് കുമാറാ? അല്ല, എട്ടവൻ. തവി എടുക്കട്ടെ. എന്തിനാ കഞ്ഞി കുടിക്കാനാ? നീ ഒന്നേ. ഈ കാപ്പി കുടിച്ചിട്ടുടനെ സ്ഥലം വിട്ടോണേ. നീ പരിസരത്ത് കൊണ്ട കാല് വലിയ ഓടിക്കുന്ന. ആ കുട്ടി എന്താ പറഞ്ഞത്? എന്നെ വളരെ ഇഷ്ടായെന്ന് പറയായിരുന്നു. അതല്ല, കാലെന്നോ മറ്റോ പറയുന്നത് കേട്ടല്ലോ. അത് എന്നെ കണ്ടത് അവളുടെ നല്ല കാലം എന്ന് പറയായിരുന്നു. അതെ അതെ അതെ. ആ പോയ കുട്ടി കൊള്ളാം, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അത് നിനക്കുള്ളതല്ല, ഇവനുള്ളതാ. നിനക്കുള്ള ആള് വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ 4 പേരുണ്ടെന്നല്ലേ പറഞ്ഞ? അതിൽ 4 പേരെയും കണ്ടിട്ട് ഏറ്റവും നല്ല ഒരെണ്ണത്തിന് എനിക്ക്. ഇതെന്താ പച്ചക്കറിയാണോ? നല്ല നോക്കി തിരഞ്ഞെടുക്കാൻ. ഒരു കാര്യം ചെയ്യാം, അവരെ അമ്മയുണ്ട്, അവരെ കൂടി വിളിക്കാം. അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം. പൊട്ടി. ഇതാണോ എന്റെ ആള്? ഇഷ്ടായോ? ഇഷ്ടായി. ഒരു കുറ്റവും പറയാനില്ല. എന്താ പറഞ്ഞത്? വളരെ ഇഷ്ടായി. ഇന്ന് ലഡുവിന്റെ കാര്യമാണോ പറഞ്ഞത്? അല്ല, കുട്ടിയുടെ കാര്യാ. തനിക്കോ? ഞാൻ ഈ ഗേറ്റ് കിടന്ന് വന്നപ്പോഴേ ഓക്കെ. എന്നാൽ ഇനി കാര്യങ്ങൾ താമസിപ്പിക്കണ്ട, ഉറപ്പിക്കുക. ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി എന്നാണല്ലോ. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ജയലക്ഷ്മി, നിനക്കറിയാമോ ഞാൻ എന്താണ് കല്യാണം കഴിക്കാൻ ഇത്രയും താമസിച്ചതെന്ന്? ഇല്ല. ഇല്ല? എന്നാ പറ്റിയ പെണ്ണിനെ കിട്ടാത്തോണ്ട് തന്നെ. ഒരുപാട് എണ്ണത്തിനെ കണ്ടു. അമരപ്പയർ പോലുള്ള പുരികം, ഉണക്ക മുരിങ്ങിക്ക പോലുള്ള തലമുടി, കത്തിരിക്ക മൂക്ക്, മൊത്തങ്ങ മോഹം. മലയാളത്തെ ലേശമില്ല. പക്ഷേ ലക്ഷ്മി അങ്ങനല്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇത്രയും പുകഴ്ത്തിയിട്ടും നീ എന്താ ഒന്നും മിണ്ടാത്തേ? ചേട്ടൻ സംസാരിക്കല്ലേ? ഫലിതം. ഒരു ചോദ്യം. ഈ ആദ്യ രാത്രിയെ കുറിച്ച് എന്താണ് ലക്ഷ്മിയുടെ അഭിപ്രായം? അതിപ്പോ ആദ്യ രാത്രി എന്താന്നറിയാതെ എങ്ങനാ അഭിപ്രായം പറയാ? രസികത്തി, കൊള്ളാം. എന്നാൽ എനിക്ക് ഈ ആദ്യ രാത്രി എന്ന രീതിയോട് തീരെ യോജിപ്പില്ല. വെപ്രാളം കൊണ്ട് പലപ്പോഴും പലരുടെയും ആദ്യ രാത്രി അവസാനത്തെ രാത്രി ആയി പോകാറുണ്ട്. എനിക്കൊരു ഉമ്മ തരുമോ? പാല്. ഓ, പറഞ്ഞ പോലെ അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. പാല്. എന്നാ പാല് കഴിഞ്ഞിട്ടാവാം പാൽപ്പായസം. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണെ നിൻ ചുണ്ടിൽ തേനൊലിയോ തേങ്ങയോ, തേനൊലിയോ തേങ്ങയോ. അയ്യോ, താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുത്തി ഉറക്കല്ലേ. സുപ്രഭാതം. സുപ്രഭാതം. ഇന്ന് തന്റെ ഒടുക്കത്തെ രാത്രിയാണോ കർമ്മ? മധുവിതുരാവുകളെ, മനസ്സിലെ മോഹങ്ങളെ, കയ്യിലെ പാൽ ഗ്ലാസ് തരാൻ തരാ. ഇതിന്റെ അവസാനത്തെ തരില്ല. പ്രഭ എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ അല്ല, പാലെന്ന് പറയായിരുന്നു. പാലല്ലാതെ വേറൊന്നുമില്ലേ? അതെ, ഈ പാലിലെ ചേട്ടന് വേണ്ടുന്ന എല്ലാ ചിരിപ്പിക്കരുത്. ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കിൽ ഞരമ്പ് കയറി പിടിക്കും. ഞരമ്പ് കയറി പിടിച്ച പിന്നെ കാര്യങ്ങളൊക്കെ കുഴയും. അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കുഴയും. അങ്ങോട്ടിരുന്നാട്ടെ. ഈ പാല് കുടിച്ചാട്ടെ. ആദ്യം ജയപ്രഭ കുടിക്ക്. ആദ്യം സ്ത്രീകൾ ആദ്യം എന്നല്ലേ മഹാകവി ശിവാജി ഗണേശൻ പറഞ്ഞിരിക്കുന്നത്? ശിവാജി ഗണേശൻ അങ്ങനെയൊക്കെ പറയാവുന്ന ചേട്ടൻ പ്രശ്നമാക്കണ്ട. പാല് കുടിച്ചാ. എന്നാ ജയപ്രഭ നിന്റെ പങ്ക്. വെള്ളം ചേർക്കാതെ ഒറ്റ വലിക്ക് കുടിച്ചോ. ഒറ്റയ്ക്കാൻ കുടിച്ചോണ്ടാ മതി. അയ്യടാ, ഇയാടെ എച്ചില് കുടിക്കാനേ വേറെ വല്ല പെണ്ണുങ്ങളെ നിറക്കണം.
എന്റെ എച്ചിൽ കുടിക്കാൻ ജയപ്രഭ അല്ലാതെ പിന്നെ മനുഷ്യക്കൊരാളെ കൊണ്ടുവരാൻ പറ്റോ? എടാ കാല കരിക്കട്ട പോലിരിക്കുന്ന താനും വെള്ളം കട്ടി പോലിരിക്കുന്ന ഞാൻ എങ്ങനെ ചേരും? ചേരൂടി കല്യാൺജി ആനന്ദ്ജി പോലെ ലക്ഷ്മികാന്ത് പേരല്ലാരി പോലെ ചേരണല്ലേ ചേർക്കണം. മേത്തോട്ട ഒറ്റ ചവിട്ട പറഞ്ഞേക്കാം. ഒരു മേത്ത് തൊടാതെ എങ്ങനെയാണ് ഈ ഫസ്റ്റ് നൈറ്റ്? ഫസ്റ്റ് നൈറ്റോ? ആ. ഇത് തന്റെ ലാസ്റ്റ് നൈറ്റ് ആണോ? ലാസ്റ്റ് നൈറ്റാ? ആ താൻ പാല് കുടിച്ചില്ലേ? അതിലുണ്ടോ തന്റെ ലാസ്റ്റ് നൈറ്റിന്റെ മരുന്ന്? ദോ, ഞാൻ അർജുനൻ പിള്ളയുടെ മകൻ ജയപ്രഭയാണെങ്കിൽ താനും ഞാൻ ഈ ജന്മത്തൊന്നാവില്ല. ഗുഡ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് കൂടെ പോണ്ട. കുട്ടി, പച്ചക്കറികൾക്കും ജീവനുണ്ട്. കൊല്ലുമ്പോ പെട്ടെന്ന് കൊല്ലണം. ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലരുത്. ദേ ഇങ്ങനെ ഇത് പോരാ. ചിരണ്ടലിന്റെ സ്പീഡ് അല്പം കൂടി കൂട്ടണം. എങ്കിലേ സമയത്തിന് ശരിയാവൂ. ദാ, ജിഞ്ചിക, 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 ജിഞ്ചിക. എന്തായി തന്നെ? ഇവന്റെ കണ്ണ്. ഈ കറിയുടെ പേരെന്താ സുധാര? ഈ കറി ഇത് ദ്രാവിഡ മുന്നേറ്റ കൂട്ടുകറി, വള്ളുവനാടൻ സ്പെഷ്യൽ ചെറ്റിനാട് സ്റ്റൈൽ. അയ്യോ, എന്താ ഈ കാണിക്കണത്? എന്താ പപ്പടത്തിന് എന്താ ഈ നിറം? എന്താ റബ്ബർ എണ്ണയിലാണോ കാച്ചുന്നേ? ഒന്ന് പോണ അവിടുന്ന്. എടി പ്രഭ, ഇറങ്ങി വാടി. എടി ഇറങ്ങി വരാനാ പറഞ്ഞത്. ഇന്ന് രണ്ടാമതൊന്നും എനിക്കറിയണം. ഒന്നുകിൽ വരവേൽപ്പ് അല്ലെങ്കിൽ യാത്രവേൽപ്പ്. പറയണേ. എന്താ എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന്? ഇനി എന്ത് പറ്റാൻ? എന്റെ ജീവിതം നായനാക്കി. അതേത് നായ? പോടാ. വന്നേ താങ്കൂട്ടാ, നമുക്ക് അകത്തേക്ക് കയറാം. വേണ്ട, കേട്ടണ്ട കേട്ടണ്ട കേട്ടണ്ട. നിങ്ങളുടെ കാര്യമൊക്കെ ഭംഗിയായി നടന്നില്ലേ? മംഗളം പോവന്തു. എന്റെ അമ്മക്ക് കേക്കണ. അമ്മയുടെ മകൾ ഈ കള്ളി അവൾ എന്നോട് ചെയ്തത് എന്താണെന്ന് അമ്മക്ക് കേക്കണ. എന്നാ കേട്ടോ, ഇന്നലെ രാത്രിയിൽ സ്വന്തം ഭർത്താവിന് കൊണ്ടുവന്ന പാലിൽ കള്ളി കളിക്കുന്നത് എന്താണെന്ന് അറിയോ? സ്നേഹമല്ല, ഉറക്കപ്പൊടി. അറക്കപ്പൊടിയോ? ഓടോ കോക്കി. കോക്കി നിന്റെ ഉറക്കപ്പൊടിയല്ല, ഉറക്ക ഗുളിക പൊടിച്ചത്. അവിടെ നിൽക്കടി. എന്താ ഇവനീ പറയണതൊക്കെ? പറഞ്ഞു കൊടുക്കടി. താങ്കൂട്ടാ, ഒരു വടക്കം വീത ഗാഥയിലെ ഉണ്ണിയാർച്ചയെ പോലെയല്ലേ അവൾ എന്നോട് പയറ്റിയത്. എന്ത് നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നേ? അകത്തേക്ക് വാ. വേണ്ട, എന്നെ ആരകത്ത് എത്തണ്ട. എനിക്ക് രണ്ടിലൊന്ന് പറയാനോ. എന്താ ഒരു ബഹളം? അളിയനെ നല്ല ഫോമിലാണല്ലോ. വിളിച്ചോണ്ട് 4 കുട്ടി വെള്ളം ഒരു തല ഒഴുകി. എന്നെ തൊട്ടി വിളിക്കാൻ നീ ആരാടാ പട്ടി? ഇതാണ് സ്വഭാവം. ഇയാളുടെ കൂടെ ആയുഷ്കാലം മൊത്തം ജീവിക്കേണ്ട എന്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ, എന്താ ഇവിടെ? ചാക്യാർ കൂത്തോ? തങ്കക്കൊട ആനമയക്കി അടിച്ച് മൺകൊടമായി. അയ്യോ, അലന്ന മരുമക്കൾ അച്ഛൻ എവിടെ നിന്ന് കിട്ടി? അതൊക്കെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. ഓനെ നീ അകത്തു പോ. ഞാൻ ഇവിടെ എന്നാ ശരിയാവില്ല. കളി കണ്ടു നിൽക്കണ്ട, എല്ലാവരും കയറി പൊടിയകത്ത്. ഉത്തമ, സുധാകര, ഓ. ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് കുറച്ച് തൈര് കൊടുക്ക്. ഓ, പിടിക്ക്, പൊക്ക്. ജീവനുണ്ട്, ജീവനുണ്ട്. ഉം. തനിക്ക് ചായ കിട്ടിയല്ലേ? ഉം. എനിക്ക് നേരം വെളുത്തിട്ട് പച്ച വെള്ളം കിട്ടിയിട്ടില്ല. എങ്ങനെ തരും? അത്രയ്ക്ക് ഗംഭീരമായിരുന്നല്ലോ ഇന്നലത്തെ പ്രകടനം. ബോധമില്ലാണ്ട് എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ച ബുദ്ധിയുള്ളവര് ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? അതല്ലേ ബോധക്കേടുള്ളവരുടെ ലക്ഷണം. എങ്ങനെ എങ്ങനെ മനസ്സിലായില്ലേ? മനസ്സിലായില്ല. എന്നാ മനസ്സിലാക്കണ്ട. ആ, നിന്റെ ബോധക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല. താൻ എന്റെ ബോധം തെളിയിക്കണ്ട, മനസ്സിലായ? രാവിലെ വീണ്ടും തുടങ്ങിയോ? വിഷമിക്കണ്ട തങ്കക്കുട്ട, ഇതേപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. ഇവരുമായിട്ട് കമ്പനി കൂടുന്നത് ജയശ്രീക്ക് ഇഷ്ടമാവാൻ വഴിയില്ല. തങ്കക്കുട്ട, തന്റെ ജോലി എന്തു ആയിക്കോട്ടെ, ഈ വീട്ടിലെ സംബന്ധക്കാരനായി വന്ന സ്ഥിതിക്ക് അല്പം കൂടെ മാന്യമായിട്ട് പെരുമാറാതെ. വിവരവും വിദ്യാഭ്യാസവും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല എന്നത് വിദ്യാഭ്യാസമുള്ള എന്റെ കാര്യം കണക്കിലെടുക്കണ്ടേ? ഉത്തമ നമ്മളോട് ഒന്നിച്ച് വന്നവരാണ്, ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. പുറകിൽ നിന്ന് മാന്തരുത്. ഒരുമിച്ച് വന്നെന്ന് കരുതി നമ്മൾ ഒരുപോലെയാണെന്ന് കരുതരുത്. എന്റെ ഒരു സെറ്റപ്പേ വേറെ. നീ ആര്? സദ്ദാം ഹുസൈന്റെ മച്ചമ്പിയ? അതോ ടാറ്റാപുരയുടെ കൊച്ചുമോനോ? ഇവരാരുമല്ല, തലക്കുളത്തെ വേലുത്തമ്പിയുടെ തലമുറയിലെ അവസാനത്തെ കണ്ണിയാണ് ഞാൻ. അല്ല, നിങ്ങളെ പോലെ ചാണകക്കുടിയിലും ഊട്ടുവരയിലും ജനിച്ചു വീണവനല്ല. ശ്രീകുട്ടി, ഞാൻ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് വർക്ക്ഷോപ്പിലോട്ട് പോയിട്ട് വരാം. ഇത്തിരി എരിവും പുളിയും കൂടുതലാ. ഇത്തിരി പരാമറും ഫോളിഡോളും കലക്കി സ്പ്രേ ചെയ്താൽ ഇവന് അടങ്ങും. ഒരു ചമ്മന്തി പരുവത്തിലാക്കണം.
ഇവിടെ ഇവിടെ ആരാ എന്താ ഇവിടെ ആരും ആട്ടോ വിളിച്ചില്ലല്ലോ. ഉത്തമന്റെ ബന്ധുവീടല്ലേ? അതെ. ആട്ടോ ഓടിക്കുന്ന ഉത്തമന്റെ? അല്ലല്ല. എന്നാൽ അതെ. അല്ല നിങ്ങളാരാ? ഞാൻ അവൻ ഓടിക്കുന്ന ഓട്ടോയുടെ ഓണറാണ്. കല്യാണത്തിന് ശേഷം കണ്ടില്ല. ഓട്ടോ എപ്പോഴാ എടുക്കുന്നതെന്ന് ചോദിക്കാൻ വന്നതാ. അവൻ ഓട്ടോറിക്ഷ ഡ്രൈവറാ. ആ വണ്ടി പോലും വാടക. എത്ര നാളായി ഉത്തമനെ ഉദ്യോഗം തുടങ്ങിയിട്ട്? വർഷങ്ങളായി. ഉത്തമന്റെ ഭാര്യയോട് ചോദിച്ചാൽ അവരെവിടെ പോയി എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും. ആ നിൽക്കുന്നതാണ് അവന്റെ ഭാര്യ. ചെല് ചെല് ചെല്. ശരി. ഇന്നവന്റെ സ്പെയർ പാർട്ട് ഷാപ്പ് പൂട്ടും. ഇല്ലെങ്കിൽ പൂട്ടിക്കും. എന്തിനാ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യണേ? കൂടുതൽ സ്നേഹമാണെങ്കിൽ ഒരു പണിയും ചെയ്യണ്ടെന്ന് ആ വൈദ്യുതി എത്ര തവണ പറഞ്ഞതാ. ഞാൻ ചെയ്യല്ല. എടി ആൾക്കാരിയ്ക്കുമ്പോ എന്നെ അസുഖക്കാരനാക്കരുതെന്ന് ഞാൻ പലവണ പറഞ്ഞിട്ടില്ലേ? ചമ്മന്തി. എന്തേ ചേട്ടൻ ഒഴിച്ചു തന്നാ ചമ്മന്തി കഴിക്കൂ? അയ്യോ ചേട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് എന്റെ പറഞ്ഞ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എടോ അന്തസ്സും അഭിമാനവും വിറ്റ് ചേട്ടൻ അവിടെ എങ്ങനെ പോയി ഇരുന്നാ പോരെ? വേണ്ട വേണ്ട. എടി ലക്ഷണമൊത്ത ഒരു പൂവനോട് ഉള്ളപ്പോ പടക്കോഴി കൂവണ്ട. നീ പോടി അപ്പുറത്ത് പോ. ചമ്മന്തിയില്ലേ വേണ്ട? ചമ്മന്തി. വേറെ ആണുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ചേച്ചി അങ്ങോട്ട് ചെല്ലണമെന്ന് ചേട്ടൻ ഇഷ്ടമല്ലെന്ന് അറിയാലോ. എന്നേരത്തുള്ള പണിയെല്ലാം ചെയ്തേ ആള് കിടപ്പിലായ നഷ്ടം എനിക്ക്. അച്ഛനെ കൊതിപ്പിക്കാണ്ട് രണ്ട് പുതിയ മാജിക് പഠിപ്പിച്ചെന്നെ. മര്യാദയ്ക്ക് എന്നാ നോക്കാം. നിങ്ങൾ വരാൻ വയ്യപ്പോ ഞാൻ കരുതി ഇന്നിനി വരികയല്ലെന്ന്. സരസു, പഴയ ആഹാര സാധനങ്ങൾ എടുത്ത് കാടി വെള്ളത്തിൽ ഇടണ്ട. സുഗുണം വന്നിട്ടുണ്ട്. പഴുത്ത് പിടിക്കുന്നു. പോർച്ച പോർച്ച അംഗവൈദ്യങ്ങൾ സംഭവിച്ച പപ്പടപടകൾ, പക്കുപടകൾ, പരിപ്പുടകൾ, പഴപുരികൾ, പൊട്ടിയ പുട്ടുകൾ, വക്കുപൊട്ടിയ ദോശകൾ, അങ്ങനെ എനി ഐറ്റംസ്. ഐ ഹാവ് നോ പ്രോബ്ലം. നീ വെറുതെ മനുഷ്യനെ നാണം കെടുത്തരുത്. എന്റെ ഗുരു കേട്ടിട്ടില്ലേ, ഓൾഡ് ഈസ് ഗോൾഡ്. മാത്രല്ല വയറ് നിറയും ചെയ്യും. ഹാഫ് ചാർജ് ഉള്ളൂ. ചേച്ചി എത്രയായി? ചേച്ചിക്ക് എത്രയാവട്ടെ? ഇവിടെ ഇവിടെ 3:15 വെള്ളം വെള്ളം വെള്ളം. എന്റെ മാധവൻകുട്ടി, ഈ സുഗണൻകുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരു എരുമക്കുട്ടിയെ വാങ്ങിയേനെ. അല്ല, ഇവനില്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. എന്തിനാ എരുമ? എരുമയാവുമ്പോ പഴയ ആഹാര സാധനങ്ങൾ തിന്നുകയും ചെയ്യും, പാലും കിട്ടും. മോനെ നമ്മുടെ പുസ്തകത്തിണ്ട്. പഠിച്ചോനെ, എങ്ങനെ ഉണ്ടായ മോനാണ് ഇത്? വല്ലാതെ ക്ഷണിച്ച് കോലം കെട്ടല്ലോ. മക്കളെ, മക്കൾക്ക് വല്യമ്മ മനസ്സിലായോ? ഈയും വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. മുസ്തഫ, മുസ്തു മോനെ. ഇതെന്നാണിത്? ഉമ്മ എന്തായിരുന്നു? എടാ എന്റെ പുല്ലാര വാപ്പിയാണത്. അതല്ലാണ്. ഇതെന്താണ്? ഏത്? ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ഗൾഫ് കിടന്ന് ഒട്ടത്തിനെ കണ്ട് കണ്ട് ഇതിന് മറന്നുപോയോ മോനെ? ഇതാണ് ആന, നമ്മളാന. ഇവിടെ കൂപ്പ് പണിയുണ്ടോ? കൂപ്പല്ല, അല്ല, ഈ അറിഞ്ഞില്ല എന്നെ കളിയൊക്കെ. അനക്ക് കത്തിലയച്ചില്ലേനോ? അയച്ചാണ്. ചെറിയൊരു കത്തിലോട്ട് വലിയൊരു ആനിനെ പിടിച്ച അങ്ങോട്ട് അയച്ചാണ് മോനെ. വേണ്ട, ഉണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം. കൊണ്ടാനാണ് ഈ അയക്കണ പൈസനും കൊണ്ടേ ഈ വക തോന്നിയ അവിടെ ചെയ്തു നടക്കണേ. അതും പോരാഞ്ഞിട്ട് എനിക്ക് ചന്തം പോരാന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ പെൺകുട്ടികളെ നിക്കാ നടക്കുക. എന്താ വാപ്പ കേക്കണേ? ഞാൻ പറഞ്ഞ മുഴുവൻ കേക്കണ്ടേ? അന്റെ പൈസ വന്നത് തീരുന്നവരെ ആ ബ്രോക്കർ കുഞ്ഞാലിനും കൂട്ടി നാട് മുഴുവൻ ചുറ്റി നടക്കാൻ വാപ്പ. ഇത്ര ചീപ്പാണ് നമ്മളെ വാപ്പാന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നാളുണ്ടോ നിങ്ങൾക്ക് വയസ്സ് കാലത്ത്? എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. മുസ്തഫ, എടോ എന്തടോ, ഒന്നും പറയണ്ട. ഒരു സെക്കൻഡ് ഞാൻ വിടക്കൂല. ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാകാതെ ഞാൻ ആണാണെങ്കിൽ പഠിയാൻ തോന്നില്ല. മോനെ മുസ്തു,
ഒരു മുസ്തുമില്ല. ഇതൊരു ബാപ്പാണിത്. നമ്മളും വരുന്നുണ്ട്. ഈ അങ്ങോട്ട് ഇത് ബാപ്പി മോഹൻ തമ്മിലുള്ള അഭ്യന്തര പ്രശ്നം. ഇല്ലേ പെട്ടൊക്കെ എന്നെ എടുത്ത് അകത്തോണ്ടേക്ക്. പിന്നെ ഞാൻ വരാതെ ഒറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോരുത്. ആ എന്താക്കാ നാട്ടില് വന്ന ഇവിടെ ഒരു കച്ചറ വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്റെ ഇല്ല. അതല്ലല്ലോ മാധവൻകുട്ടി, നീ എന്നൊന്ന് പറയും. നമ്മള് ബാപ്പന്റെ കളി ശരിയാ. എന്താ ഇത് മാത്രല്ല, ഞാനിപ്പോ ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. വിവരറിഞ്ഞ സ്വന്തക്കാര് ബന്ധുക്കാരൊക്കെ ഇപ്പൊ വീട് പറയും. പെട്ടി പൊളിച്ചാൽ ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല. കൊടുത്തില്ലേ കുറ്റും. അറബി നമുക്കിത് ഫ്രീ തരാന്ന് അവരെ വിചാരേ. അത് മാത്രല്ല, ഈ ബാഗിൽ 2 കുപ്പി സ്കോച്ച് ഉണ്ട്. അത് നമുക്ക് എന്നെ പുര കൊണ്ടായിരിക്കാം. എന്തായാലും അത് നല്ല ഐഡിയ. വേണ്ട വേണ്ട, അവിടെ വെച്ചൊന്നും അടിക്കാൻ പറ്റില്ല. ഓ ഇവൻ കുടിക്കുമല്ലോ, അതാണ്. നമുക്ക് ചായക്കട പോയാലോ? നമ്മള് കൊച്ചുകാരണ്ടേ? അല്ല, ഓന് പഴയ വലിവുണ്ട്. ഇപ്പൊ പഴയ വലിവൊക്കെ മാറി. ഇപ്പൊ നല്ല പുതിയ വലിവാ. നീട്ടി നീട്ടി വലിക്കണേ. വലിവ ചെയ്യാൻ വേണ്ടി ചൂടുവെള്ളത്തിലൊഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്കുക. ഞാൻ ഫ്രൂട്ടി. എന്തൊരു ചൂട്. എനിക്കും ഗൾഫിൽ പോകാൻ ഒരു അവസരം കിട്ടിയതാ. അവിടെ എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല. ഭയങ്കര തണുപ്പാ. ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ലേ ചേട്ടാ? ഏസിട്ടാൽ അവിടെ ചൂട്. അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ്, ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ്, കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ്. എന്തിന് രാത്രി കാർ സീറ്റിൽ എന്താ തണുപ്പ്? അല്ല, ഒരു സ്മോളും കൂടി. മതി മതി, ഇല്ലാത്ത ദുശീലങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഒന്ന് വെറുതെ എഴുതണം. ഇവൻ ആരാന്നാണ് എന്റെ വിചാരം? ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കി കൂടെ പോവിടാൻ പഠിപ്പിച്ച എന്റെ ആശാനാ മുസ്തഫ. ഇവിടെ ഇവിടെ ഇപ്പോഴും വലിവിനൊരു കുറവില്ലല്ലോ. ഞാൻ ഒഴിച്ചുതരാം. എന്താ നിനക്കും വേണോ? അയ്യോ, ഇത് ഫ്രൂട്ടി അല്ലല്ലേ. സ്മോൾ വെച്ചാട്ടെ. സ്മോൾ 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 സ്മോൾ. ഓക്കെ. അല്ല, നീ ഇവിടെ വെള്ളം ഒഴിക്ക, അല്ലെങ്കിൽ അറബിക്കാര് വെള്ളം ഒഴിച്ചിട്ടാ. പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. നമ്മളിപ്പോ നേരിട്ട് പാർട്ടിയാ. വെള്ളടി തീരെയില്ല. അത് മനസ്സിലായി. ഇപ്പൊ കണ്ടല്ലോ. എന്ത് കണ്ടെന്ന്? വെള്ളടി ഇല്ല എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചുള്ള അടിയില്ല. നീറ്റായിട്ട് ഒറ്റ വീക്ക്. അല്ല, ഇക്കാക്ക് ഗൾഫിൽ എന്തായിരുന്നു പണി? ഷെയ്ക്ക്. ഷേക്കോ? അതെ, ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ ഷവലെടുത്തൊരു മണ്ണിനടിയിലേക്ക് ഇട്ടിട്ട് ഒരു ഷെയ്ക്ക്. അതിന് അവിടെ നേരെ ചട്ടിയിലേക്ക് ഒരു ഷെയ്ക്ക്, ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക്, ചട്ടി നേരെ കോൺക്രീറ്റ് മിക്സറിലേക്ക് ഒരു ഷെയ്ക്ക്, പിന്നെ അവിടെ മൊത്തം ഒരു ഫുൾ ഷെയ്ക്കാണ്. അങ്ങനെ നമ്മൾ അവിടെ ഷെയ്ക്കായിട്ട് വരസുമ്പോഴാണ് നമ്മളെ പെട്ടിന്റെ ഉള്ളിൽ നിന്ന് അറബിക്ക് ഒരു സാധനം കിട്ടണത്. എന്ത് സാധനം? എന്ത് സാധനം? നമ്മളൊരു പഴയ സുഹൃത്തിന്റെ ഒരു കല്യാണക്കുറി. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പം ഞാനിത് കളയാതെ പെട്ടിയിൽ വെച്ചു. പക്ഷെ അത് കണ്ടപ്പം അറബി ഒന്നും ഞെട്ടി. എന്തിനെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. ചുരുക്കത്തില് ഈ കല്യാണക്കുറി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ച ആളാണെന്നും അറബി തെറ്റിദ്ധരിച്ച്. അങ്ങനെയല്ല എനിക്ക് പ്രൊമോഷൻ കിട്ടേ. ഒയ്ക്ക് മോനെ. ആ, സ്മോൾ 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 സ്മോൾ. കുറെ നേരം ഞാൻ ക്ഷമിക്കണ്. മനുഷ്യൻ ക്ഷമിക്കാതില്ലേ? ഇനി മാജിക്ക് പഠിച്ചില്ലേ വേണ്ടില്ല. നീയാണ് മോനെ ആൺകുട്ടി. ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരി ഞാൻ കണ്ടില്ല. തമാശ പറയല്ല. അല്ല, ഒരു കാര്യം ചോദിച്ചോണ്ട് വിരോധമുണ്ടോ? ഒരു വിരോധമില്ല, ധൈര്യമായിട്ട് ചോദിക്കും. ആ കല്യാണക്കുറി ഇപ്പോഴും കയ്യിലുണ്ടാ? ഇവനെന്ത് വിവരക്കടാ ചോദിക്കണേ? പ്രമോഷൻ കിട്ടി അന്ന് കയറിയില്ലാനേ, അല്ലെങ്കിൽ പണി പോവില്ലേ? നമസ്കാരം മൊയ്ലാളി. മെല്ലെ 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 ഇറക്ക്, മെല്ലെ. പതുക്കെ. ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി. കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. എങ്കിൽ കിട്ടുന്ന കാശ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടതാ. എവിടുന്ന് കിട്ടുന്നു കാശ്? സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലായിടത്തും കിട്ടുന്നത്. അത് വേണമെങ്കിൽ തുല്യമായിട്ട് പങ്കു വയ്ക്കാം. ഇങ്ങോട്ട് ഇറങ്ങിയതാ. ആപ്പാടം ഉണ്ടായിരുന്ന കിടപ്പാടം വിറ്റ് തുലച്ചിട്ടാ കല ഉദ്ധരിക്കാൻ ഇറങ്ങിയത്. എവിടെ? ഇതുപോലുള്ള 3-4 കാൽവാരികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ട്രൂപ്പ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും. ഇന്നലെ ഈ രാഘവന്റെ കാല് ഞാൻ പിടിച്ചാണ് മൊയിലാളി.
കിരീടം വെച്ചോണ്ട് മേക്കപ്പ് റൂമിൽ ഇരുന്ന് ചീട്ട് കളിക്കായിരുന്നു. മോത്ത് തേക്കണ ചായത്തിലൂടെ ഇത്തിരി പോരെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു. ഇവ ഇങ്ങനെ ചെയ്യുമോ മുതലാളി? പിന്നെ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത കുടുംബത്തിൽ നിന്നുമില്ല ഞാൻ വരുന്നത്. പിന്നെന്താ, ഉള്ളിന്റെ ഉള്ളിൽ സ്വല്പ കലയുണ്ടായിപ്പോയി. പക്ഷെ ചൂഷണം അതാരും ചെയ്താലും ഞാൻ എതിർക്കും. കിടപ്പാടം കിടപ്പാടം വിറ്റ് കിട്ടിയ കാശിന്റെ 4 ഇരട്ടി ഇപ്പൊ ബാങ്ക് കാണുമല്ലോ. കാറ്, വാന് ഒക്കെ ഞങ്ങളെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ. ഇങ്ങനെ ഗുരുത്വദോഷം പറഞ്ഞാൽ നീ ജീവിതാവസാനം വരെ നന്നാവില്ലടാ. അയ്യോ വിശ്വാമിത്ര മഹർഷി ശവിക്കല്ലേ, ഞങ്ങളുടെ ഭാവി ജീവിതം വാടി കരിഞ്ഞു പോകും. ഒറ്റത്തിന് ആത്മഹത്യയല്ലോ ആണത്. ആത്മാർത്ഥത എന്നെ കുത്തുവാള എടുപ്പിച്ചിട്ട് ഇവർക്ക് അടങ്ങുള്ളൂ. ഇന്നലത്തെ ചേർത്ത് എനിക്ക് തരാനുള്ള 365 രൂപ തന്നിട്ട് പോ. കീരിക്കാട്ട് തീരത്തിൽ പൊറി എനിക്ക് മടുത്തു. മുതലാളി ആകെ 5 എണ്ണല്ലേ? എന്ത് അസ്ത്രം 2 എണ്ണം ഉണ്ട്, ബാക്കി 3 എണ്ണം പോയി. 3 എണ്ണം നെഞ്ചത്ത് കയറിയിട്ട് ഇവിടെ തെരഞ്ഞെടുത്തോ. ഉണ്ടോ? നിങ്ങൾക്ക് വേണ്ടാത്തതിന് ഞമ്മക്ക് അതേ കാണിച്ചു തരട്ടെ. ഇപ്പൊ കാണിച്ചു തരാം. ആ കമലം ഇരിക്കെ. ഇരിക്കൊന്നും വേണ്ട, കാശിങ്ങ് തന്നാ മതി. അതിപ്പോ നിനക്ക് എന്താ കിട്ടാനുള്ളത്, എത്ര വാങ്ങി, ഇനി എത്ര അങ്ങോട്ട് തരാനുണ്ട് എന്നൊക്കെ നോക്കണ്ടേ? വേണ്ട, കണക്ക് എനിക്കറിയാം. കഴിഞ്ഞ 3 സ്റ്റേജ് കളിച്ചതിന് കിട്ടാനുള്ള 450 രൂപ 85 രൂപ ഞാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി 365 രൂപ. കമലം, എടുപിടിയെന്നൊരു തീരുമാനം എടുക്കാണ്ട് നീ ശരിക്കൊന്ന് ആലോചിക്ക്. ആലോചിക്കാനൊന്നുമില്ല. എന്താണോ? ഒന്നുമില്ല, ഞാൻ പല്ല് വെച്ചില്ല. പല്ല് അപ്പൊ എത്ര വേണ്ടെന്നാ പറഞ്ഞത്? 365 രൂപ. 365 രൂപ. 65 രൂപ. ഇത് 250 അല്ലേ ഉള്ളൂ. എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളു മോളെ. ബുദ്ധിമുട്ടിക്കരുത്. ഇന്നലെ കളിച്ച കളിയുടെ കാശ് മുഴുവൻ കിട്ടിയിട്ടില്ല. ഇത് ചോദിക്കാൻ ചെന്ന അവന്മാരെന്നെ തല്ലും. കാശ് മുഴുവൻ അഡ്വാൻസായി മേടിച്ചിട്ടില്ലേ സ്റ്റേജിൽ കയറിയത്? കളിക്കാതെ കാശ് എടുക്കുന്നുണ്ടോ? ഇനിയുള്ള കാശ് താൻ വായിക്കരിക്ക് കൂട്ടി വെച്ചോ. മക്കി சுப்பிரமணியம் பாட்டி உள்ள இருக்கு. ஐயோ ஐயோ நாசம் பண்ணிட்டானே கடவுளே, இந்த வீட்டோட ஐஸ்வர்யம் எல்லாமே போச்சு. ஐயோ கடவுளே, நான் என்ன செய்வேன்? ஐயோ பாட்டி, என்ன ஆச்சு பாட்டி? இதோ பாருடா, இந்த பாவிக்கு என்ன கொடுமை பண்ணிருக்கேன் நீயே பாருடா. என்ன பண்ணிருக்கு? நான் ஒன்னும் பண்ணல. எந்த முடுப்பேர அம்மச்சியானா நான் ஒன்னும் செய்யல. செய்யலையா? செய்யல. இந்த மூதேவியோட காலில என்ன போட்டிருக்குன்னு பாருடா. காலில் செருப்பு. அது தெரியாம போட்டிருக்கும் பாட்டி. அது எப்படி தெரியாம போடுவோம்? தப்பு பண்ணிட்டு தெரியாம என்ன சொன்னா எப்படி? என்ன பாத்து மாதிரி முழிச்சிட்டு இருக்கு? பதில் சொல்லு. பண்ணினது தப்பு தானே? தப்பு தப்பு. எவ்வளவு தைரியம் இருந்தா தப்புன்னு தெரிஞ்சிட்டு செருப்பு போட்டு இந்த வீட்டுக்குள்ள வந்திருப்பேன். அந்த ஆளு பாவம் பாட்டி. தெரிஞ்சிருந்தா நிச்சயமா செருப்பு போட்டு உள்ள வந்திருக்கவே மாட்டேன். அது எப்படி உனக்கு தெரியும்? உன்கிட்ட எத்தனை வாட்டி சொல்லி இருக்கு இந்த அசகியத்தை வீட்டுக்குள்ள ஏத்தாதேன்னு? இதோ பாரு பாட்டி, நீ தான் எனக்கு சொல்லி கொடுத்திருக்கு தெரியாம தப்பு பண்ணா அது தப்பல்லேன்னு. அதனால இந்த ஆளை மன்னிச்சிட்டு பாவம். முதல்ல அதை எடுத்து வெளியில போட சொல்லு. ஐயோ ஏதோ அதை எடுத்து புறத்துட்டோளൂ. அருகிட்ட முண்டம் പാട്ടി. ശങ്കര ഒന്ന് നിന്നോളൂ. എന്തേനെ ഈ കരിവാട് കിളവി ഇവിടെ ഉള്ളപ്പോ എന്തിനാ പാവപ്പെട്ട പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ടപ്പെടുത്തണത്? പാട്ടി ഒരു പഴഞ്ച മനസ്സിൽ കാര്യമല്ലേ. ആദ്യം ഒരു ചാവട്ട്, എന്നിട്ട് മതി പ്രേമവും പെണ്ണ് കാണലും ഒക്കെ. താമി അയ്യോ മഹാഭാവം പറയരുത്. എന്നാ താമി ഒരു കാര്യം ചെയ്യും. പട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് ഗേറ്റ് ബോർഡ് എഴുതി തൂക്കണ പോലെ പാട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്നൊരു ബോർഡ് എഴുതി തൂക്കി പല പരട്ട കിളവി ചാവിയില്ല. ഒന്നും പറയരുത്. എവിടെ നിന്ന് കിട്ടി താമി? പോന്നോളൂ, എല്ലാത്തിനും വഴി ഉണ്ടാക്കുന്നേ. നല്ല ഫസ്റ്റ് മടി താത്തേരെ കാലത്ത് ചെയ്തതാ. അറുത്ത് വിൽക്കാം. മൃദംഗം കൊള്ളാമല്ലോ സ്വാമി. ഇത് വിക്കില്ല. താത്തയെ ഞാനും വായിച്ചു പഠിച്ചതാ. ഇരിക്കും. ഇതും അടിച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി. പെണ്ണ് പെണ്ണിന്റെ പാട്ടിന് പോവും. ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര? ഇപ്പോഴത്തെ പെമ്പിള്ളേര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെ 10 തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ. ഒരു പാങ്ങും ഇല്ലാത്തവന്റെ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി? ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. ആദ്യം
ഈ സ്വിച്ച് കളയണം. അയ്യോ പാട്ടി, താൻ പോവേ, പ്രേമിക്കണ്ട. പാട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇതുകൊടുത്ത് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ. എന്തൊരു പറഞ്ഞാലും പാട്ടി പാട്ടി പാട്ടി, ശരണം കെട്ട ജൂല. കുടുമി മുറിക്കാം. ഈ കണ്ണാടി മാറ്റ്. അയ്യ, ഇത് മാറ്റി എനിക്ക് കണ്ണു കാണില്ല. സ്വാമിക്ക് പ്രേമിക്കണ്ടേ? എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ. മാറ്റാം. എന്നിട്ട് വേറെ ഫാഷനിലൊരെണ്ണം വയ്ക്കാം. പിന്നെ ഈ ക്ലാപ്പം വേഷമൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് രസ്യം പാന്റ് ഷർട്ട് ഇടണം. അയ്യോ, എന്തൊരു കീയേ, താൻ ശരിയാവൂല. അല്ല, ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറയണ പോലെ എന്നെ കേൾക്കണം. ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല, ഇനിയോട്ട് തെറ്റാനും പോണില്ല. അപ്പോ ഞാൻ പാന്റ് ഇട്ട രോഹിണി എന്ന് നോക്കോ? പാന്റ് വിട്ട് ഷർട്ടും അതിനത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണിയല്ല അവിടെ തള്ള ഇങ്ങി പോരും. അത് വേണ്ട, രോഹിണി മാത്രം മതി. മതി എങ്കിൽ മതി. ശരി, പക്ഷെ പാട്ടി. എന്തൊരു പാട്ടി? ഭർത്താവ് ചത്തിട്ടും തലയെ മുട്ടയടിച്ച് കാവി ഉടുക്കാതെ പമ്പർന്നാര് സിനിമാ നടിയുടെ വേഷത്തിലല്ലേ ഇവിടെ ഇരിക്കണത്? ഒരു വാക്ക് പറ സ്വാമി, ആളുകളെ വിളിച്ച് മുട്ടയടിപ്പിച്ച് കൈ തരാം. ശങ്കര, ഗുരുദോഷം പാട്ടിയെ പറഞ്ഞു, പാട്ടിലാക്ക്. അവിടെ ഇവിടെ വായുവിന്റെ അസുഖം, ഗുളിക എടുത്തില്ല. ഒരു 10 രൂപ വേണം സ്വാമി. അതിനകത്തൊന്നും ഇല്ല. ഇത് നിൽക്കുമോ? എണ്ണയും കിട്ടുമൊന്നും വേണ്ട സ്വാമി, തികഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് വാങ്ങിച്ചോളാം. ഇതോ പറയാൻ പാട്ടി. എന്താനെ ആണാ പറഞ്ഞാനാക്ക ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം പിച്ചില്ലറ തന്നെ പട്ടത്. നീ വള. എനിക്ക് തെറ്റിപ്പോയി ആശാനെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല. എന്ത് പറ്റി? പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരെങ്കിലും കൈവച്ച് കാണും. ആരും ഒപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് പോണ അവിടുന്ന് ഒരു പണി എടുക്കുന്നുണ്ടല്ലേ, അവിടെ ഇരുന്നാ മതി. നിങ്ങളെ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഭാസ്കരോ, എന്തോ ഇതെന്തോ പാര വെക്കാനുള്ള പുറപ്പാടാ. ഉവ്വ് ഉവ്വ്. അല്ലാതെ ഞമ്മ രണ്ടാളും ഡിയർ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് ഇതുവരെ കരുതിയുണ്ടോ? ഇല്ല. എന്താ വെച്ച് കാര്യം വെച്ചാ പറ. കല എന്റെ ചോറ. ആ ചോറ് നമ്മളും കഴിയാ. ആണേ, ആ കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാനിതിനായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാ മതി, ഇല്ലെങ്കിലേ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ നമുക്ക്. ഞാൻ നോക്കിയില്ല കരിമുക്ക, പക്ഷെ അവള് കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര. കാര്യം എന്താ പറയണം? ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരിക്കും, അല്ലേ? ആ, ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ആരുടെ? ആളാരാണോ? ഇനി ഇപ്പൊ അത് പുറത്തൊന്നും പറയണ്ട. നമ്മുടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ, അതിന്റെ പേരെന്താ? രോഹിണി. രോഹിണി? എന്താ? വരട്ടെ. നീ എന്താ പറഞ്ഞത്? പറഞ്ഞപ്പോ കേൾക്കാത്തത്. ഇവൻ വെറുതെ പറയരുത്, അത് നല്ല കുട്ടിയാ. പോണാ അവിടുന്ന്. ഭാസ്കര, എന്റെ അച്ഛനാണ് സത്യം. ദാ, നോക്ക് നോക്ക്, നഗക്ഷതങ്ങൾ നോക്ക്. വേണ്ടി ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ. ഏ